പാകിസ്ഥാൻ ഇന്ന് ഒരു തീവ്രവാദ രാജ്യമായി മാറിയിരിക്കുന്നു. ജനറേഷൻസ് കൈമാറി ഇങ്ങനെ തീവ്രവാദം മുന്നോട്ട് പോകുന്നു. ജനറേഷൻസ് കൈമാറി, പിന്നെ ഉദ്യോഗസ്ഥരും പട്ടാളവും കൈമാറി ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസ്റ്റ് സെന്ററായി, അതായത് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത് തീവ്രവാദികളുടെ പറുദീസ എന്നാണ്, ഹെവൻ ഓഫ് ദ ടെററിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ആ വിധത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇത് ഇപ്പോഴല്ല, വളരെ നാളുകളായിട്ട് അവർ തുടർന്നു വരുന്ന ഒരു ശീലമാണ്. പാകിസ്ഥാന്റെ ഇന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അഹമ്മദ് ആസിഫ് തന്നെ നാഷണൽ ടെലിവിഷനിൽ, അതായത് വിദേശ ചാനലുകളോട് വരെ പറഞ്ഞത് 30 വർഷമായി ഞങ്ങൾ ടെററിസം ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഞങ്ങളല്ല, വെസ്റ്റേൺ രാജ്യങ്ങളാണ്, അമേരിക്കയാണ്. അവർ ഞങ്ങൾക്ക് പണം തരുന്നു, സഹായിക്കുന്നു, ഞങ്ങളിങ്ങനെ ഇതിങ്ങനെ വ്യവസായമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അതാണ് കറക്റ്റ്. അതായത് പാകിസ്ഥാനിൽ, മറ്റ് രാജ്യങ്ങളിലൊക്കെ നമുക്കിപ്പോൾ കാർഷിക രാഷ്ട്രമാണെന്ന് ഇന്ത്യ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വ്യവസായത്തിലേക്ക് നമ്മൾ കാൽ വെച്ച് വരുന്ന രാഷ്ട്രം എന്ന് പറയാം. പിന്നെ ഓരോ രാജ്യങ്ങളെ, ഇപ്പം പിന്നെ ജപ്പാനാണെങ്കിൽ IT-യിലും ഇലക്ട്രോണിക്സിലും മറ്റു കാര്യങ്ങളിലും ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയാം. ഓരോ രാജ്യങ്ങൾക്കും ഓരോ മുഖമുദ്രയുണ്ട്. പാകിസ്ഥാൻ്റെ മുഖമുദ്ര അവരൊരു ടെററിസ്റ്റ് വ്യവസായ കേന്ദ്രമായി വളർത്തുകയാണ് രാഷ്ട്രത്തെ എന്നുള്ളതാണ്. അങ്ങനെ IMF-ൽ നിന്ന് പണം നേടുക, വിദേശ ഫണ്ടുകൾ നേടുക, മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് പണം നേടുക, എന്നിട്ട് ആ പണം ഇവർ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് തലമുറകളായി ഇങ്ങനെ ടെററിസം കൈമാറി വരുന്നു എന്നുള്ളതാണ്. 30 വർഷമായി നടത്തുന്നതെന്ന് അവരുടെ ഈ നിർണായക ഘട്ടത്തിലാണ്, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന ഘട്ടത്തിലാണ് അവിടുത്തെ പാകിസ്ഥാനിലെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത് 30 വർഷമായി ഞങ്ങൾ ഇത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അവരുടെ രീതി എന്ന് ആലോചിച്ച് നോക്കും.